അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തെല്ലാം തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ കുറേ വീഡിയോ നേരത്തെയും ചെയ്തായിരുന്നു, എല്ലാം പോയി. ഞാൻ എൻ്റെ വീട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മ വീട് കംപ്ലീറ്റ് ആക്കി. കാണിച്ചുതരാം ഗൈസ്. ലോഡാകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമുക്ക് മറ്റേ പുതിയ എൻ്റെ സ്റ്റാർട്ടർ പ്രൈസ് നിങ്ങൾ കണ്ടതിനെ കുറേ എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഒന്ന് ചെയ്തോടെ. കാണിച്ചുതരാം എൻ്റെ ബേസ്. നിങ്ങൾക്ക് ബേസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം, ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം, കുഞ്ഞതാ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് സബ്ബും ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ ചെയ്യണ്ട. അവിടെ പെട്ടെന്ന് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ കുറേ നേരത്തിനായി ഇത് കയറ്റിയതാണ്. ഇത് ഞാൻ കുറേ നേരമായി ഈ വീട് പണിഞ്ഞിട്ട്. എന്നിട്ട് അപ്പോഴാണ് മനസ്സിലായത് റെക്കോർഡായില്ലെന്ന്. എന്തൊരു നമുക്ക് ക്ലോസ് ചെയ്തിട്ടേക്കാം. ഞാൻ വെളിയിൽ ചെന്നിട്ട് കാണിച്ചത്. ഈ കൂടെ അല്ലായിരുന്നു, ഞാൻ മറന്നു പോയി ഇടയ്ക്കിടയ്ക്ക്. അതിറങ്ങാം. തുറന്നിട്ട് അതാണ്ട് ഇതാണ് എൻ്റെ കൊട്ടാരം. ഇപ്പോഴത്തെ എൻ്റെ ഇപ്പോഴത്തെ കൊട്ടാരം. ഇപ്പോഴെന്ന് പറയണം ഇത് എത്ര മാർക്ക് തരാൻ പറ്റുന്നു ഈ കൊട്ടാരത്തിന്. ചെറിയ കൊട്ടാരമൊന്നും പറയാൻ പറ്റുന്നില്ല. വീടിന് എത്ര മാർക്ക് തരുന്നു പറഞ്ഞത്. ഞാൻ പണിഞ്ഞത് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞത്. ഈ നമ്മുടെ റീസോഴ്സസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കത്തെ റിയൽ ഹൗസിൻ്റെ പണികൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ മരം തന്നെ മുറിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് പോയി പിക്കാക്സ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഒരു ചെസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തില്ലേ നമുക്ക് റീസോഴ്സസ് അതിനകത്ത് വെക്കാം. ഇത്രയും പോരല്ലോ. ആക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വുഡ് ആക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പോയി കല്ലുണ്ട്. കല്ലുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് വുഡിൻ്റെ സ്റ്റോൺ ആക്സ് ഉണ്ടാക്കും. സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തുടങ്ങാം. സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഉറങ്ങിയേക്കാം. നമ്മൾ അത് കണ്ടായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അത് 4 തന്നെ മതിയായിരുന്നു. ഇപ്പോൾ താപ്പോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യം വന്നില്ല. നമുക്ക് ഇത് ഉറങ്ങിയിട്ടുണ്ട്. ഒരു നൈറ്റെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കണം ഉറങ്ങാതെ. അവർ തന്നെ ഡ്രോപ്പ് ചെയ്ത് തന്നെ. ടെക്നോളജി തുറന്നിട്ട് വുഡ് വെട്ടാം. എന്നിട്ട് ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് കൊടുത്ത വുഡങ്ങ് വെട്ടിക്കും. ഓക്കെ, അത് കൊടുത്ത വുഡങ്ങ് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഈ വുഡൊക്കെ എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് ഫസ്റ്റിലത്തെ വീഡിയോയിൽ ഞാനിവിടെ കുറച്ച് വുഡ് എൻ്റെ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഇത് കൊണ്ടുപോയിട്ടായിരുന്നു. അതാണ് ഈ വുഡ്. ആ വുഡാണ് ഇത്. ഒരു 50 വുഡൊക്കെ മതിയായിരുന്നു മാക്സിമം. മറ്റേത് പ്ലാങ്ക് കുറച്ചേറെ വേണം കേട്ടോ. പ്ലാങ്ക് ഉണ്ടാക്കാനുള്ള വുഡ് നമുക്ക് മാറ്റി വെക്കാം. പ്ലാങ്ക് ഉണ്ടാക്കാനല്ലാതെ ലൈൻ വരച്ചിടാനായിട്ട് കുറച്ച് വുഡ് നമുക്ക് മാറ്റി വെക്കാം.
ഓക്കെ, നമ്മുടെ വീട് കണ്ട് ഇപ്പോഴത്തേക്കും കണ്ട് ഇതാണ് നമ്മൾ വുഡ് റീസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്തേക്കാം. നമുക്ക് പെട്ടെന്ന് കൊടുത്ത് ആ ചെസ്റ്റിൻ്റെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് റീസോഴ്സസ് എല്ലാം നമുക്ക് അതിനകത്ത് വെക്കാം. ഈ സ്റ്റാർട്ടർ ബേസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണേ. ഞാനെന്തെന്ന് പറയാം, ഒരു ഇത് കിട്ടും നമുക്ക് ചെസ്റ്റിങ് ഞാൻ എത്ര എണ്ണം കൂടെ. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് 4 2 ഇതെൻ്റെ ഒരു ബാരൽ. നമുക്കൊരു ബാരലുണ്ടാക്കാം. അതാണ് ബാരലാകുമ്പോഴത്തെ കുറച്ചും കൂടെ നല്ല രസമാണ്, നല്ല ലുക്കുണ്ട്. സ്പേസ് അല്ല, ഈ ബാരലിനകത്ത് എത്ര സ്പേസ് വേണം, സ്പേസ് കൂടുതലാണ്. കുറച്ചുകൂടെ രസം കാണാൻ ബാരലാണ്. അങ്ങനെ വെളിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് വീടിൻ്റെ പണി തുടങ്ങാം. ബാരൽ കണ്ട് ഇവിടെ ആയിട്ടൊന്ന് പിന്നെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി വുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചത്. ഡോറ് ഇത് ഇത് കോൺപടി ഇത് ഇത്രയാണ്. നമുക്ക് ആദ്യം വുഡ് വെട്ടണം. വുഡിൻ്റെ ആവശ്യം നല്ല രീതിയിലുണ്ട്. അത് തന്നെയാണ് അതുകൊണ്ട് അവിടെ ഇട്ട് വേണ്ട. അത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരും. ഇത് ഞാൻ ഇതായിട്ട് ഒരു അയൺ ഫാം പോലും പണിഞ്ഞിട്ടില്ല. അയൺ ഫാമൊക്കെ പണിയണം. ഓക്കെ, കിട്ടി. 4 വുഡായി. അവിടെ നല്ല നീളമുള്ള വുഡൊക്കെ ഉണ്ടല്ലോ. അവിടെ ജംഗിളല്ലേ? ഓ, ജംഗിൾ. ഈ വുഡ് നമുക്ക് സാധാ വുഡാക്കി വെക്കാം. മറ്റേത് നമുക്ക് ആവശ്യമുണ്ട്. കുറച്ചുകൂടെ നല്ല വെള്ളയായിരുന്നു, പക്ഷേ എനിക്കിത് ജംഗിൾ വുഡ് മറ്റേ ഇത് ഭയങ്കര നല്ല രസമാണ് കാണാൻ. അതാണ് നമുക്കെടുക്കാൻ. ഞാൻ ഇവിടുത്തെ കുറച്ച് വുഡും കൂടി ഒന്ന് കളക്ട് ചെയ്തേക്കാം. ഓക്കെ, ഇതങ്ങ് കളക്ട് ചെയ്യാം. ഇത് സ്ട്രിപ്പ് ചെയ്ത് ഞാനില്ല. ഓ എടാ, ഇത് മതിടാ. ഇത് കുറേ സ്ട്രിപ്പ് ചെയ്താൽ ഇത് സ്ട്രിപ്പ് വുഡാണ്. ഇത് സ്ട്രിപ്പ് ചെയ്ത് വെക്കാം നമുക്ക്. ഇത് ഫുള്ള് ഒരു സ്റ്റാക്ക്, 1.5 സ്റ്റാക്ക് വേണം. മറ്റേ വുഡ് നമുക്ക് ഇത് വെക്കാം ഇതായിട്ട്. ഇനി എൻ്റെ സ്റ്റാർട്ടർ ബേസ് ഞാനൊരു കൊട്ടാരമാക്കി എടുക്കും. സ്റ്റാർട്ടർ ബേസില്ല, അത് നമ്മളൊരു എന്തെങ്കിലും ഒരു സ്റ്റോറേജ് എന്തെങ്കിലും ആക്കി വെക്കും. അതൊക്കെ എത്രയേ ഉള്ളൂ. ഇതും കൂടി ഒന്ന് പൊളിച്ചെടുത്തൊക്കെ നമുക്ക്. ഇത് പൊളിച്ചെടുത്തിട്ട് അതല്ല, ഇതും കൂടി ഒന്ന് എടുത്തിട്ട് എനിക്ക് കുറച്ചേറെ വുഡ് വേണം. ഇതൊന്നും പോരാ. ഒന്നും പോരാ. മിക്കവാറും ഞാൻ വേറെ ടൂൾസ് എടുക്കേണ്ടി വരും. അത് ഒരു ആക്ഷൻ കൊണ്ട് ഒന്നും നടക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്ന് പെട്ടെന്ന് 20 പെട്ടെന്ന്. ഇത് ഇപ്പോൾ റീസോഴ്സസ് ഒക്കെ ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഈ വീഡിയോ പണിയുന്നത് ഞാൻ നാളെയല്ല, വേറെ വീഡിയോ പണിയുന്നത്. ചറ പറയാമെന്നാണ് എല്ലാം നമുക്ക് നോക്കിയിട്ടൊക്കെ. നമുക്ക് 45 വുഡായിട്ടുണ്ട്. 45 കുറച്ചേറെ ഒരു സ്റ്റാക്കാണ് ആവശ്യം. ജംഗിളിൽ പോയി ഇങ്ങനെ ഉപകാരമുണ്ട്. ഇതിങ്ങനെ കുറേ കാണും ജംഗിൾ. മറ്റേ ഇത് കാണും, മറ്റേ സാധാ കുറച്ച് കാണും. മറ്റേ ജംഗിളാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്.
മറ്റേ ഇത് കിട്ടി, സീഡ്. ഇതിനകത്ത് വാട്ടർമെലൺ ഇവിടെയൊക്കെ കാണാം. അതിൽ വാട്ടർമെലൺ സീഡ് ഒക്കെ കാണാൻ നല്ല ഇവിടുത്തെ പിഗ്ഗൊക്കെ സൂപ്പറാണ്. അതൊക്കെ നമുക്ക് പൊളിച്ചേക്കാം. 1 സ്റ്റാക്കായി. കുറച്ചുകൂടെ വേണം, കുറച്ചേറെയും കൂടി എടുത്തേക്കാം. നമുക്ക് കുറച്ച് എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. മറ്റേതൊക്കെ ഓക്കെ, നമുക്ക് ഇങ്ങനെ തിരിച്ച് വീട്ടിൽ പോയേക്കാം. പിന്നെ എത്ര ദൂരം വന്നല്ലേ, പൊളിച്ച് ഞാൻ ഇങ്ങ് വരെ വന്നല്ലോ. ഓടിക്കോ കണ്ടം വഴി ഓടിക്കോ, ഓടോട്. എൻ്റെ വീട് എവിടെയായിരുന്നു ഞാൻ മറന്നു. പക്ഷേ അതും കണ്ടുപിടിക്കണമല്ലോ. ഇനി അത് കണ്ടുപിടിക്കാൻ ഞാൻ വർഷങ്ങളെടുക്കും. എങ്ങോട്ടേലും ഓടി അങ്ങ് പോവാം. അവിടെ ഞാൻ കാണുന്നു. അവിടെ എങ്ങോട്ടായിരുന്നു? അവിടോട്ടല്ലേ? അങ്ങോട്ടാണ്. ഞാൻ ഈ വലിയ ഇത് മരം, അതെ ഇങ്ങോട്ടാണ്. എത്തി. നമ്മുടെ വീട് കണ്ട അവിടെ കാണേണ്ടതാണ്. ഇപ്പം കാണും. അയ്യോ, ഞാൻ വലിയ കുഴിയാന്ന് പറഞ്ഞിട്ടാണ്. അയ്യോ അല്ലാതെ എനിക്ക് പേടിച്ചിട്ടില്ല. എൻ്റെ വീട് ഇല്ല, എനിക്കൊരു വീടുണ്ടായിരുന്നു. അവിടെ ആയിരിക്കും. അതൊക്കെ കുറച്ചൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീടാണ്. ഞാൻ ഈ ഫുഡ് മാത്രമേ ഇല്ല. എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ വീട് കാണാനില്ല. അയ്യോ, എൻ്റെ വീട് കാണാനില്ലേ? നമുക്ക് പോയി നോക്കട്ടെ. വീട് കാണുന്നില്ല. നോക്കട്ടെ, കുറച്ച് ഓടിയിട്ട് വരാം. ഇതൊക്കെ നമുക്കൊരു ഇതാണ്. പെട്ടെന്ന് എൻ്റെ വീട് കാണാനില്ല. അയ്യോ, ഹലോ ഗൈസ്, എൻ്റെ വീട് കാണാനില്ല. ഞാൻ ഇങ്ങോട്ടൊക്കെയാണ് പൊളിച്ച് വന്നത്. നല്ല മറന്നുമില്ല. അയ്യോ, എൻ്റെ വീട് കാണാനില്ല. അയ്യോ, എൻ്റെ വീട്ടിൽ ആരുമില്ല. എനിക്ക് ഈ സ്ഥലം ഇഷ്ടമല്ല. എൻ്റെ വീട് ഇവിടെയാണോ? ഇവിടെ എൻ്റെ വീട് അല്ല. ഇവിടെയാണോ? ഇവിടെ എൻ്റെ വീടുണ്ടായിരുന്നല്ലോ. എൻ്റെ വീട് പോയേ. ഇവിടെ ഒറ്റയ്ക്കൊരു വഴിയുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ ചാടണം, അല്ലെങ്കിൽ ഞാൻ നമ്മൾ തപ്പി തന്നെ കണ്ടുപിടിക്കും. അല്ല, എൻ്റെ വീട് അങ്ങോട്ട് ആയിരുന്നടാ. എൻ്റെ വീട് പോയോ? അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വുഡും കൂടി അങ്ങ് കളക്ട് ചെയ്തിട്ട് പയ്യെ പോവാം. ഓക്കെ, നെതർ വൺ ഈസ് നമ്മുടെ വീട് കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ടർ ബേസിലായിരുന്നു. അത് പോട്ടെ, നമുക്കതൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് എൻ്റെ ടൂൾസൊക്കെ അപ്പോൾ അത് അത്രയുള്ളൂ. എന്ത് കണ്ടുപിടിക്കാത്തില്ല, വേറെ വഴിയിൽ പോവാം. എൻ്റെ വീട് രാത്രിയാവുന്നില്ല. അവിടെ ഇവിടെയാണോ? ഇതാണ് എൻ്റെ ന്യൂ വീട്. ഇതാണ് എൻ്റെ പുതിയ വീട്. ഇവിടെയാണ് എൻ്റെ പുതിയ വീട്. ഇതാണ് എൻ്റെ പുതിയ വീട്. ഇതാണ് എൻ്റെ പുതിയ വീടിൻ്റെ സ്ഥലം. ഒന്ന് ഇവിടെ കിട്ടി. തന്നിരിക്കണം, ഒരെണ്ണത്തിനും കൂടി കിട്ടി. ഓക്കെ, ഇതിനകത്തില്ലേ ഒരു കുഴി കുത്തിയിട്ട് നില്ലടി അവിടെ. എനിക്ക് നിന്നെ ബെഡാക്കണ്ടേ? ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇതാണ് എൻ്റെ വീടിൻ്റെ സ്ഥലം. പുതിയ വീടിൻ്റെ സ്ഥലം കിട്ടി. മോനെ സീൻ. അപ്പം നമ്മൾ ഇനി അയ്യോ എടാ ഒരു കോളും കൂടി തരുമോ? ബൈ. തരത്തില്ലല്ലേ. ഇനി ഒറ്റയ്ക്കൊരു വഴിയും കൂടി ഉള്ളു. ഡയറക്റ്റ് ഹൗസ്, അത് തന്നെ.
അയ്യോ അകത്ത് കയറിയിരിക്കുന്നു. അയ്യോ പറ്റിയോ. എനിക്ക് പേടിയാണ്, രാത്രി പേടിയാണ് എനിക്ക്. ഇവിടെ വിരുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ എൻ്റെ വീട് കളഞ്ഞു പോകണം, അതാണ് ആ പ്രശ്നം പറ്റിയത്. എല്ലാവരും കുഴപ്പമില്ല, എൻ്റെ സ്റ്റാർട്ടർ ബേസ് ആയിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് ഇവിടെ ആയിട്ടായിരിക്കും എൻ്റെ സ്റ്റാർട്ടർ ബേസ് കാണാൻ പോകാം. അപ്പോൾ ഗായ്സ് എൻ്റെ ബേസ് കാണാതെ പോയിട്ടുണ്ട്. അടിപൊളി ചാണം അല്ലെങ്കിൽ എന്തായാലും ന്യൂ സ്ഥലം കിട്ടിയിട്ടുണ്ടോ, അത് തന്നെ ആരാണ്. ഇനി ഇതിനകത്ത് കുഴി കുത്തി ഇതിനകത്ത് തന്നെ ഇരിക്കണം. അതായത് ഇത് നല്ല സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ ഇത് കളയാൻ ഇവിടെ തന്നെ ഇരിക്കാം. നമുക്ക് തന്നെ ആവശ്യിക്കുന്നില്ല. അപ്പോഴത്തേക്കും നമുക്ക് വുഡ് ഒക്കെ നമുക്ക് പ്ലാങ്ക് ആക്കിയെടുക്കാം. പ്ലാങ്ക് വുഡ് നമുക്ക് ഈ വുഡല്ല, ഈ വുഡ് പ്ലാങ്കാണ്. വുഡ് പ്ലാങ്ക് ആക്കിയിട്ട് ലിറ്റിൽ സ്റ്റാറൊക്കെ കാണാമല്ലോ എനിക്ക്. ഇതിനെ ഇത് തിരിക്കാൻ കാണാമല്ലോ. മുടിയൊക്കെ അല്ലേ, മുടിയൊക്കെ. അയ്യോ എനിക്കൊന്നും കാണാനില്ല ഇവിടുത്തെ. Cacasito Satorito. അതൊക്കെ ടാറ്റ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ സ്കിന്നൊന്ന് ഞാൻ റെഡി ആക്കട്ടെ. ഇത് എൻ്റെ സ്കിന്ന് കണ്ട്, ഇതാണ്. ഇതെടുക്ക്. എൻ്റെ സ്കിന്ന് കാണാൻ മര്യാദയ്ക്ക്, എൻ്റെ സ്കിന്ന് മര്യാദയ്ക്ക് തന്നോ. എന്താ എന്താ ഇതെന്താ 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 ഇതെനിക്ക് സ്കിന്നാണ്. ഈ സ്കിൻ എനിക്ക് വേണ്ട. അതാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് കിട്ടുന്നില്ല. ഇറങ്ങി പോയത് എടുക്കുന്നില്ല. ഐഡിയ ഇങ്ങോട്ട് വാങ്ങി, ഇങ്ങോട്ട് വാങ്ങി, ഇങ്ങോട്ട് വാ. അതൊക്കെ ചത്താടി. മറ്റേ ഇവിടെ നല്ല സ്പേസാണ്. ഇവിടെ നല്ല രസമാണ്. ഇവിടെ ഒരു ഇഞ്ച് വെച്ച് അങ്ങനെയാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ AFK നിന്നിട്ട് നിങ്ങളെ വിളിക്കാം. അപ്പോൾ അതൊക്കെ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് പൊളിച്ചോണ്ട് പോകാം. രാവിലെ ആയിട്ടുണ്ട്. രാവിലെ പൊളിച്ചോണ്ട് പോകാം. ഇപ്പം നമ്മുടെ പുതിയ വീട് ഇവിടെയാണ്. ഇവിടെ ആയിട്ടങ്ങ് നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ആയിട്ടങ്ങ് അല്ല, സ്ഥിരീകരിച്ചല്ല, ഇവിടെയാണ്. നമ്മളൊക്കെ ഒരു ഷീപ്പിനെയും കൂടി അങ്ങ് തല്ലി കൊന്നിട്ട് അതിൻ്റെ ഇത് ചാട് ഒക്കെ ഒരു ഇത് വെച്ചിട്ട് ഇതിനകത്ത് നോക്കി ഒരു പുതിയ ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് റീസ്പോൺ പോയിന്റ് സെറ്റ് പറയാം. നമുക്ക് ഇന്ന് തന്നെ കത്തിച്ച് കളയാം. ഓക്കെ ഞാൻ ഫുഡിൻ്റെ ആവശ്യങ്ങൾ ഫുഡുണ്ട്, അത്യാവശ്യത്തിനുണ്ട്. നമ്മുടെ ഇതൊക്കെ എടുക്കുക. ഭാഗ്യം കേട്ടോ, ഞാൻ ഗോൾഡൻ പിക്കാക്സ് ഒക്കെ എടുത്ത്
ഒക്കെ ഇതൊക്കെ നമുക്ക് പൊളിച്ചിട്ടുണ്ടോ. ഓ എന്തൊരു പെട്ടെന്നല്ലേ പൊളിയുന്നു. പക്ഷേ പെട്ടെന്ന് സ്റ്റാമിന തീരുന്നു. ഓ എടാ ഇതിനകത്തില്ലേ മറ്റേ ഇതുണ്ടാ കണ്ടോ. അപ്പം നമുക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വ്യത്യാസമായിരുന്നു ഇത്. നമുക്കിത് ഫുള്ളും പൊളിച്ചെടുക്കാം. നമുക്കിത് ഫുള്ളും എനിക്ക് ഈ ഫുള്ളും വേണം. ഇത് ഫുള്ളും വേണം എനിക്ക്. ഗായ്സ് ഒരു കാര്യം ഫുള്ള് നമുക്ക് കൊത്തിയെടുത്തേക്കാം. ഫുൾ ഇത് ഫുള്ളും കൊത്തിയെടുക്കാം. ഫുൾ ഓ ബോയ് എത്ര സ്റ്റാക്ക് കിട്ടി. ഓഹ് എൻ്റെ മോനെ വയ്യ എനിക്ക് ഇത്രയൊക്കെ മതി. ഞാൻ പോവാണ്. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വീട് പണിയാം. നോക്കിയിട്ട് മറ്റേ ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ലല്ലോ, ജസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം കുറച്ച് വുഡ് ജസ്റ്റ് നമുക്ക് എന്നിട്ട് അതിനകത്ത് സ്ഥലം അതിൽ കുറച്ച് 40 ഇത്ര ഇത് മതി. എന്നിട്ട് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് അവിടെ ഇത് ചെസ്റ്റ് എവിടെ കാണിക്കുന്നത്? ഇവനെനിക്ക് ചെസ്റ്റ് കാണിക്കുന്നില്ല. ചെസ്റ്റ് അതുണ്ട് ഒരെണ്ണം മതിയേ. ഓക്കെ നമുക്ക് ഇതിനകത്തിലോട്ട് OP ആയിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഫസ്റ്റ് ഇത് സ്ട്രിപ്പ് ചെയ്ത വുഡാണ് വേണ്ടത്. നമുക്ക് സ്ട്രിപ്പ് പിന്നെ ചെയ്താൽ മതി സ്ട്രിപ്പൊക്കെ. ഇനി നമുക്ക് സ്റ്റോൺ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേസ് കണ്ടുപിടിക്കണം കറക്റ്റായിട്ടുള്ള വീടിൻ്റെ പ്ലേസ് കണ്ടുപിടിക്കണം. വീട് വെക്കാൻ നല്ല ഇതിലെ പ്ലേസ് അല്ല. നമുക്കൊരു ഫർണസും കൂടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഫർണസ് നമ്മുടെ ഈ പിക്കാസും കൂടി എനിക്ക് മനസ്സിലാവും കേട്ടോ. നീ മനസ്സിലായത് തുറക്കുക. നമ്മുടെ ഇതങ്ങ് പൊളിച്ചെടുക്കുക. ആരും എന്നെ കൊല്ലാക്കില്ല. എനിക്ക് തോന്നിയതാണ്. നമുക്ക് ഫുള്ളും കുളിച്ചെടുത്തിട്ട് 10 വേണമെന്നുണ്ട്. 10 8 9 10 കറക്റ്റ് ബെൻഡിൻ്റെ 10 എനിക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ഇനി ഇവനെ ഇങ്ങനെ കരിച്ചാലോ. കത്തിക്കും പ്ലീസ്. എനിക്കൊന്ന് വിശന്നിട്ടാ ബ്രോ. ബ്രോ എനിക്കില്ല. പാല് ഊറ്റിയെടുത്ത് കൊല്ലത്തേ ഉണ്ടോ. അയ്യോ എനിക്ക് കത്തിയോ. 3 HP ഉള്ളു. നീ പെട്ടെന്ന് ചാവും. എടാ അണഞ്ഞോ. മഴ പെയ്തപ്പോൾ അണഞ്ഞടാ. നീ കത്തണ്ട ആളാ. കത്തിപ്പോ നീ കത്തണ്ട ആളാ. അപ്പം നീ കത്തത്തില്ലല്ലേ. ഞാൻ നിന്നെ കൊല്ലടാ നീ അല്ല തന്നെ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ചൂടാക്കി കഴിക്കണം. എനിക്ക് കഴിക്കട്ടെ. ഞാൻ കഴിച്ചിട്ടില്ല. നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് ഓക്കെ. ഫർണസ് ഇവിടെ ആയിട്ട് വെക്കാം. എന്നിട്ട് ഫുഡ് സ്റ്റിക്കും കൂടി നമുക്കിനി മേപ്പോട്ട് പോയിട്ടേ മറ്റേ ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാവേ. ഇതെവിടെ വീട് പണിയുണ്ടെന്ന് നമുക്കൊന്ന് പ്ലാൻ നോക്കിയിട്ട് ഇച്ചിരി വലിയ വീടാണ്.
ഇച്ചിരി വലുതാണ്. നോക്കാം. അപ്പോൾ ഇച്ചിരി വലിയ സ്ഥലമാണ്. ഒന്നെങ്കിൽ ഇവിടെ പണിയാം, അല്ലെങ്കിൽ താഴെ പണിയാം. ഇതിലേതായാലും ഒരു ഇവിടെ പറ്റത്തില്ല. ഇവിടെ പറ്റത്തില്ല. ഇച്ചിരി എൻ്റെ മോനെ ചാത്തന്നെയാ. ഇപ്പം ചാവും. ഇപ്പൊ ചത്തേനെ. ഓക്കെ. അമ്മേ നോക്കാം. അവിടെ ഒരു നല്ല വൈബുണ്ട് എന്ന് പറയാൻ പറ്റട്ടെ. ഇവിടെ വെച്ചാലോ, ഇവിടെ പണി. ഓക്കെ. അവിടെ നിന്ന് നല്ല സാധനം പൊളിച്ചിട്ട് നമുക്ക് ഇവിടെ വെക്കാവേ. ആ ബെഡ് ഒഴിച്ച് മാത്രം ഞാൻ ചാവുന്നെങ്കിൽ ആരംഭിച്ചു അവിടെ. അയ്യോ, എനിക്ക് ഫുഡില്ല. ഫുഡ് അത്യാവശ്യത്തിന് വേണം. എനിക്ക് കത്തിക്കാൻ കത്തിക്കും. ഒരു പിക്കാസ് ഉണ്ട്. പിക്കാസ് ഓക്കെ. ഇതൊന്ന് പൊളിച്ചോണ്ട് ഇവിടെ എൻ്റെ മരം നോക്കടാ. അപ്പം നീൻ്റെ നാത്തിന് ഈ 2 മരം ഞാനിന്ന് എടുക്കുക. ഓക്കെ. ഇതിൻ്റെ പ്ലാന്റ് ആക്കിയിട്ട് ഇപ്പോൾ ഒരു ഇതുണ്ടാക്കിയിട്ട് സാധാ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് നോർമൽ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കല്ല് ഫുള്ളൊന്ന് കൊത്തിയെടുക്കാം. കൊത്തിയെടുത്തിട്ട് നമുക്ക് പുതിയ അയണും ഇതിൻ്റെയൊക്കെ ചെയ്യണം. അതാണ്ട് കോള് കിട്ടി. കോള് കുറേ എണ്ണം കിട്ടുന്നുണ്ട്. നമുക്ക് ടോർച്ച് കൊണ്ടുവരാം. ടോർച്ച് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ അകത്ത് ടോർച്ചില്ലാതെ ടോർച്ചിന് നല്ല അത്യാവശ്യമുണ്ട്. ഇച്ചിരി വലിയ വീടാണ്. എൻ്റെ ആദ്യത്തെ മറ്റേ വീട് നിങ്ങൾ കാണണമായിരുന്നു. നല്ല രസമൊക്കെ ആയിരുന്നു. എന്തൊക്കെ കാരണം കൊണ്ട് അതെല്ലാം പോയി. അതെല്ലാം എങ്ങോട്ടോ പറഞ്ഞു പോയി. ഞാൻ ഓർത്തിട്ടുണ്ട്. നമുക്ക് ഒരു പിക്കാസ് ഉണ്ടാക്കാം. എന്നിട്ട് ഇത് പൊളിച്ചിട്ട് നമുക്ക് ഇതെല്ലാം പൊളിച്ചിട്ട് ഇന്നത്തെ പണിയെല്ലാം നടക്കാം. ഇത് ഫുള്ളും പൊളിച്ചെടുത്തിട്ട് ഇതും കൂടി എടുക്കാം. മറ്റേ നമ്മുടെ ബെഡ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ബെഡൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ബെഡ് ഇപ്പോഴേ എടുക്കാൻ അയ്യോ, ഞാൻ അവിടെ തന്നെ ഇൻവെൻ്ററി നിറഞ്ഞു. ഏകദേശം നിറഞ്ഞു. അത് ഫുഡ് കഴിച്ചിട്ട് മതിയെ അങ്ങോട്ട് പോകാം. പതിയെ പോയിട്ട് നമുക്ക് പതിയെ പോയാൽ മതി. ഓക്കെ. എവിടെയാണ് നമ്മുടെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിങ്ങൾ ഇത് കൊള്ളാവോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. കൊള്ളാവോ കൊള്ളത്തില്ലെന്ന് നിങ്ങൾ പറയണം. കണ്ട അവിടെ ആയിട്ടുണ്ടാക്കിയത് അത്രയ്ക്ക് സ്പേസ് ഇല്ല. ഇതാണ് പ്രശ്നം. ഇവിടെ സ്പേസ് ഇല്ലല്ലോ. അവിടെ ആയിട്ടില്ല, ഇവിടെ ആയിട്ടില്ല. അവിടെ സാമാനം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാമാനം. അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാൻ. അവിടെ എനിക്ക് രസമില്ല, കുഞ്ഞില്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ സവാന ഭയവും. അതാണെങ്കിൽ ആ സോംബിയാണെങ്കിൽ രാവിലെ വരും. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒന്നും പറഞ്ഞ നല്ലതാണ്. അയ്യോ, താണ്ട സോംബി വരുന്നേ. അയ്യോ, എന്നെ കൊല്ലാൻ പറ്റുന്നു. എല്ലാം കൂടി. അയ്യോ, രാത്രിയായോ? ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. പോയി മുറുമുറാണോ ഇത്? മുറുമുറ ചന്തിക്കല്ലെങ്കിൽ സ്കെൽത്ത് നമ്പ് വിടും. ഓടിക്കോ. വേണ്ട, പച്ച പുൽച്ചാടിയൊക്കെ വരുന്ന പച്ച പുൽച്ചാടി. എൻ്റെ ഞാൻ കളർഫുൾ പുൽച്ചാടി ആയിരുന്നെങ്കിൽ അവൻ പച്ച പുൽച്ചാടിയാണ്. ഉറങ്ങേ.
അയ്യോ ഇത് പൊട്ടിച്ചെടുത്തോണ്ട് ഓടിക്കോ പൊട്ടെ അത്രേ ഉള്ളൂ. ഞാനല്ല നിന്നെ അടിച്ചേ. അയ്യോ എടാ ഇറങ്ങി ഓടിക്കോ. Oh no bro, oh ചത്തുപോയി. Shit bro, shit. What the heck? ഡെഡ്. ഇനിയിപ്പോൾ എന്തോ ചെയ്യാനാ? ആദ്യം തൊട്ടെല്ലാം കണ്ടുപിടിച്ച് ചത്ത് ഭ്രാന്ത്. ആ ബെഡ് ഞാൻ പൊട്ടിച്ചെടുത്തില്ല, അതാണ് വലിയൊരു മണ്ടത്തരം പൊട്ടൻ കാണിച്ചത്. ഓക്കെ ഗൈസ് ബൈ. അപ്പോൾ ഹലോ ഗൈസ്, കുറച്ചൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇതൊക്കെ ബെഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് പ്രകൃതി രമണീയമായ സ്ഥലം നമ്മുടെ ഇവിടെ ഈ പന്ന പുൽച്ചാടിയുടെ ഈ സാധനമൊക്കെ ഉള്ളട പന്ന സ്ഥലവും എൻ്റെ സ്റ്റാർട്ടർ പീസ് കണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊന്നും ഒരു ഗുണമില്ലാത്ത, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. എന്നിട്ട് മറ്റെനിക്ക് വെള്ള വുഡ് നമുക്ക് അവിടെ തന്നെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റാർട്ടർ ബേസ് കിട്ടിയിരിക്കുകയാണ്. വീണ്ടും സ്റ്റാർട്ടർ ബേസ് കിട്ടി ഗായ്സ്. പക്ഷേ എല്ലാം മറ്റേ അകത്തൊന്നും പോയടാ. അയ്യോ അതിലെന്തോ ഇരിക്കും. നമ്മുടെ കയ്യിൽ കുറേ വുഡൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഞാൻ എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇതെല്ലാം എൻ്റെ റീസോഴ്സസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാവേ. പിന്നെ റീസ്പോൺ പോയിന്റ് എത്തിയിട്ട് ഇതെല്ലാം റീസോഴ്സസ് എല്ലാം കളക്ട് ചെയ്തിട്ട് വിളിക്കുന്നില്ലേ. നമുക്ക് കളക്ട് ചെയ്തിട്ട് വരാം റീസോഴ്സസ്. ഇറങ്ങടാ അമ്മണ്ട തിനി വേണ്ട. ഇവിടെ അപ്പീസാണ്, ഇത് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്? ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ റീസോഴ്സസ് കളക്ട് ചെയ്തിട്ട് നിങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ റീസോഴ്സസ് ഒക്കെ കുറച്ചൊക്കെ ഈ ലമ്പൊക്കെ കൊണ്ട് നമുക്ക് തിരിച്ചു പോയേക്കാൻ. എനിക്ക് കുറേ ഇത് കിട്ടിയായിരുന്നു കേട്ടോ. അതിനെ അവിടെ തിരിച്ചവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അത് വിളിക്കുകയാണെങ്കിൽ വിളിക്കാം. ഇതും കൂടി ഉണ്ടാക്കിയൊക്കെ നട്ട് വെച്ചേക്കാം. ഇന്നിവിടെ നമ്മുടെ റിയൽ ബേസിൻ്റെ നമുക്ക് പണി തുടങ്ങിയേക്കാം. ഇവിടെ 5 ബ്ലോക്ക് കിട്ടണം. ഇതൊന്ന്, ഇനി 2, ഇവിടെ അത് വെട്ടി നേരെയാക്കുന്നുണ്ട്. 1 2 3 4 5 6 1 2 3 4 5 ഇവിടെ ഒരെണ്ണം കൂടി വെച്ചിട്ട് നമ്മുടെ ഇതാണ് എൻട്രൻസ് വരുന്നത്. നമുക്കിവിടെ നിന്ന് ഇത് ഫുഡ് പെട്ടെന്ന് തന്നെ തീരുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കഴിക്കാനും കൂടി ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ കൈ വെച്ച് എല്ലാം പൊളിച്ചെടുത്താണ്. കൈ വെച്ച് ഇതിനകത്ത് വല്ലതും ഉണ്ടാവും നോക്കട്ടെ. ഫസ്റ്റ് പാർട്ടാണ്, ഞാൻ കൈ കൊണ്ടൊന്നുമില്ല പൊളിച്ച്. മറ്റ് ടൂൾസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിപ്പോയി. ലാസ്റ്റിലത്തെ ഒരു കൂടി പൊട്ടിച്ചപ്പോൾ അതങ്ങ് പൊട്ടി. അപ്പോഴാണ് കറക്റ്റ് ഒരു സ്റ്റാക്ക് ബാക്കിയേക്ക് ഇതുണ്ട്. ഇത് കിട്ടി. ഇത്രയും ഉണ്ട്. ഇതിന് ഈ ചെത്തില്ല വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, ഇതെല്ലാം ആവശ്യമുണ്ടായിരുന്നു. തന്നാട്ടെ. കുറച്ചും കൂടി ഏറെ ടോർച്ച് ഉണ്ടാക്കണം. നമുക്ക് ഈ ഫെൻസൊക്കെ ആവശ്യമുള്ള നമുക്ക് പോയി ടോർച്ച് പറഞ്ഞിട്ട് നമുക്ക് നേരെ പോയി ടോർച്ച് ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ വെച്ചേക്കാം. സ്ലാബ്, ഇത് അടിത്തറ,
പണിയാനുള്ള സാധനങ്ങളൊക്കെ മാത്രം ഇവിടെ വെച്ചാൽ അവിടെ പച്ചപ്പുൽച്ചാടിമാൻ എന്നെ കൊല്ലുമെന്നാണ് തോന്നുന്നത്. ഇനിയും 6 7 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇതെന്താ ഷട്ടർ അടിക്കുന്നത്? ഏറ്റവും ഇല്ലല്ലോ. 1 2 3 4 5 6 7. അപ്പോൾ 7ൻ്റെ ഇപ്പുറത്തായിട്ട് വെക്കണം. 7ൻ്റെ 7 ബ്ലോക്കായി. അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യണം. ഞാൻ കറക്റ്റളവ് 1 ഫാസ്റ്റ് ലക്കാണത്. 1 2 3 1 2 3 4 5 6 7. കറക്റ്റ്. ഓക്കെ. ഉണ്ടാകാം. ഇതിന് പോകേണ്ടി വരും. ഞാൻ പറയാം കുറച്ച് സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കും. നമുക്ക് സ്റ്റോൺ എടുത്തോണ്ട് പോകാം. നമുക്കൊരു സ്റ്റോണിൻ്റെ ടൂൾ എടുക്കാം. മൈൻ ചെയ്യാം. ചാട്ട് മൈനിങ് ആണ്. മൈനിങ് ഇതിയൊക്കെ ടോർച്ചും കൂടി ഉണ്ടാക്കാം. കുറച്ച് വുഡിൻ്റെ ആവശ്യം ഉണ്ട്. നമുക്കൊരു കുറച്ച് ഒരു കിട്ടും. ഇപ്പോഴത്തേന് ഇത്രയൊക്കെ മതി. നമ്മളിപ്പോൾ ചെറുക്കില്ല തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ വുഡ് വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇനി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇനി കിട്ടാൻ ചാൻസ് അല്ലെങ്കിൽ ആ ജംഗിളിൽ പോയിട്ട് വീണ്ടും വരേണ്ടി വരും. ഇനി ജംഗിൾ വുഡും മറ്റേ ആ വുഡുമാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. നമുക്ക് ഇത് കുറച്ച് 5 ഇത് 2 ഇത് 2 നമ്മളാണ് 1 2 3 4 5 ഇടണം. ഇവിടെ ഇതെല്ലാം സ്ട്രിപ്പ് ചെയ്യണം മറക്കത്തില്ലേ. അത് സ്ട്രിപ്പ് ചെയ്യണം. അത് ഞാനിപ്പോൾ ഓർത്ത സ്ട്രിപ്പ് ചെയ്യണം. ഇതെല്ലാം സ്ട്രിപ്പ് ചെയ്തിട്ട് വെക്കാം. സ്ട്രിപ്പ് വുഡായിരിക്കും. സ്ട്രിപ്പ് ഡാർക്ക് വുഡ്. ഇനി നമുക്ക് തീർന്നു കഴിഞ്ഞാൽ വുഡ് തീർന്നു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്ലാൻ മാത്രം വരച്ചിട്ട്. അതെങ്ങനെ കൊള്ളാതെ അത് പറഞ്ഞ് കിട്ടും. നമുക്ക് ഇവിടെയും കൂടെ അങ്ങനെ പട്ടി. അടാ ഈ നായിക്കിൻ്റെ കേടത് ചേട്ടാ എൻ്റെ എല്ലാം കളഞ്ഞു. ഇതെല്ലാം വയേ നമുക്ക് ഇങ്ങനെ നോക്കാം. ക്രീപ്പർ ഒരു കോഴിയാണ്. രാത്രിയാകുന്നെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പൊട്ടിത്തെറിക്കും നമ്മളെ മൂട്ടി നിന്നിട്ട്. ഒരു കോഴിയുടെ പോലെ ക്രീപ്പർ ജന്തു. ഒക്കെ പോയി പെട്ടെന്ന് പോയിട്ട് നമുക്ക് മുറുമുറാണ്. അല്ലെങ്കിൽ നമ്മളെ ചന്തിക്ക് അമ്പ് എൻ്റെ സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ചന്തിയിൽ അമ്പ് ഇടണമെന്നാണ് തോന്നുന്നത്.
നിങ്ങളാണ് ചോദിക്കേണ്ടത്. ലൈക്കും സബും അതെല്ലാം അടിച്ചിട്ട് നിങ്ങളാണ് പറയുന്നത് സബും സബുർബുറ്. കണ്ടോ ഫ്രീ ലിഫ്റ്റ് ഉണ്ട്. ആരുടെയും വീട്ടിൽ ഫ്രീ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക് അല്ല, ഫ്രീ ലിഫ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നു. എല്ലാം നിർത്തത് ഗൈ നോജൻ നമുക്ക് ഇല്ല ഇവിടെ ഇതും കൂടി പൊട്ടിച്ച് പഞ്ഞ ക്രീപ്പർ പോലെ. ഓക്കെ ഓ ബോയ് yeah boy yeah boy നമുക്കിനിയും ബാക്കിലോട്ട് നമുക്ക് കുറച്ച് ഒരു 5 ബ്ലോക്ക് ബാക്കിലോട്ട് പോകാം. 1 2 3 4 മതി കേട്ടോ. 4 കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒരു ബോറാക്കി. 1 2 3 4 അവിടെ അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്ത് കൊടുക്കാം. ഫുഡ് തയ്ക്കുന്നു. 2 3 4 1 2 3 4 അക്കസ്കിവാത്തെ മുട്ടയ്ക്കെത്തുന്നേ തിരികെ ചാരാതെ ഉണ്ടാക്കെത്തുന്നേ ഓ അല്ലക്കെത്തുന്നേ. വെള്ളം വെച്ചേക്കാം. ഇത് ഫുള്ളും പണിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാതെ. അപ്പോൾ ഗൈസ് ഞാൻ ഇത് പണിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് തികയത്തില്ല. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇന്നും പോകണം അവിടെ. ഇല്ലാതെ അവിടെ നിന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിത് ഫുൾ സ്ട്രിപ്പ് ചെയ്തിട്ട് അങ്ങ് പോവാം. നമുക്കിത് ഫുള്ള് സ്ട്രിപ്പ് ചെയ്യാം. സ്ട്രിപ്പ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് സ്ട്രിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് വെക്കാം. നമ്മുടെ വീട് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പൊട്ടി ബ്രോ. ക്രീപ്പറിനെ കൊണ്ട് ചെയ്താണ് സാധനം. ഇത് എന്ത് ചെയ്തു പഞ്ഞ ക്രീപ്പർ പൊട്ടി എല്ലാം പോയടാ. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ കാണാം, അല്ലാതെ വഴിയില്ല. പൊളിക്കാൻ പോകുന്ന കറി. അപ്പോൾ എന്നിട്ട് ഞാൻ അത് ഒപ്പിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഇത് ചുട്ട് വെക്കാം. നമുക്ക് ഇത് ചൂടേണ്ട ആവശ്യമുണ്ട്. ചുട്ടിട്ട് നോക്കി കഴിഞ്ഞാൽ അതുകൊണ്ടിരിക്കുന്നു. ഓർക്കുന്നുണ്ട് അവിടെ ഇതാക്കുന്നു. അതിനകത്ത് കുറച്ച് പെട്ടെന്ന് ഇതാ കഴിക്കട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി വേണം എനിക്ക്. എന്നിട്ട്
ഇതിൻ്റെ ബാക്കി പണി ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ജേർണി നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.